ഈ ഒരു വീട് മൊത്തത്തിൽ ചുറ്റി കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സേഫ്റ്റിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുള്ളത് എടപ്പാളിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു സൈറ്റിലാണ്. ഇവിടെ വളരെ മനോഹരമായിട്ട് എന്നാൽ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള ചില വിൻഡോസിൻ്റെ ഐഡിയകൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് എത്തിയിട്ടുള്ളത്. ഇവിടെ വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വീട് ആകെ ഒരു ഡിസോർഡർ ആയിട്ടാണ് ഉള്ളത്. എങ്കിലും നമ്മൾക്ക് ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഒരു നിലയിൽ മാത്രമുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു വീടാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു വീടിൻ്റെ ഫുൾ ഫിനിഷ് കഴിയുമ്പോൾ ഒരു വൈറ്റ് തീമിലേക്കാണ് കസ്റ്റമർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലാ ജോയിനറീസും നമ്മൾ വൈറ്റ് അപ്പോക്സി ചെയ്തിട്ടാണ് കസ്റ്റമർക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിൻഡോയുടെ പെയിൻറ്റിങ് വർക്കുകൾ വളരെ പെട്ടെന്ന് കുറഞ്ഞ ചെലവിൽ തീർക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി നമ്മൾ ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലോട്ട് വരുമ്പോൾ നമ്മളിവിടെ നൽകിയിട്ടുള്ളത് ഒരു 4 കള്ളി വിൻഡോക്കുള്ള സ്പേസ് ആണെങ്കിൽ പോലും മുകളിലത്തെ പോർഷൻ മാത്രമാണ് നമ്മൾ 4 കള്ളി നൽകിയിട്ടുള്ളത്. ചുവട്ടിലുള്ള പോർഷൻ നമ്മൾ 3 കള്ളി മാത്രമേ നൽകിയിട്ടുള്ളൂ. അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് പുറത്തേക്കുള്ള വിസിബിലിറ്റി കൂടും എന്ന് മാത്രമല്ല, ഈ ഒരു വിൻഡോ ഒരു വെറൈറ്റിയായി 4 കള്ളി വിൻഡോ വളരെ വെറൈറ്റിയായി എങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ളത് കൂടിയാണ് ഇത്. പൊതുവേ ഈ ഒരു സെൻട്രൽ പോർഷൻ ഇത്ര വലിയ ഗ്ലാസുകൾ നൽകുമ്പോൾ അത് ഫിക്സഡ് ഗ്ലാസുകളാണ് നൽകാറുള്ളത്. എന്നാൽ നമ്മളിത് ക്ലീൻ ചെയ്യാൻ കൂടിയുള്ള സൗകര്യം കണക്കിലെടുത്തുകൊണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സെൻട്രൽ പോർഷൻ നമ്മൾ നൽകിയിട്ടുള്ളത്. ഇത് വർക്ക് നടക്കുന്ന ഒരു വീടായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ ചില കോംപ്ലിക്കേഷൻസുകളുണ്ട്. എന്നാലും ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള വിഷ്വൽ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. കഷ്ടപ്പെട്ട് ഈ വീടിൻ്റെ അകത്തോട്ട് കടന്നപ്പോഴാണ് വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഏരിയ ഈ ഒരു വീട്ടിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ആ ഒരു ഏരിയ ആണ് നിങ്ങൾ ഈ കാണുന്നത്. വളരെ വെളിച്ചമുള്ളൊരു ഏരിയ ആണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റൂഫിൽ ഗ്ലാസ് നൽകിയിട്ടുണ്ട്. അതേപോലെ ഈ ഒരു പോർഷൻ്റെ ഒരു സൈഡ് ചുമരിന് പകരം ഒരു ഓപ്പൺ സ്പേസാണ് നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തത് കൊണ്ട് തന്നെ ഈ വീടിനുള്ളിൽ നല്ലപോലെ വെളിച്ചം കിട്ടുന്നുണ്ട്. പണ്ടുള്ള വീടുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണത്. അത് പുതിയ കാലത്തുള്ള ആർക്കിടെക്റ്റുകളും എൻജിനീയേഴ്സും ഒക്കെ ഈ ഒരു കാര്യം കൂടുതലായി ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ഒരു വീട്ടിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ഏരിയ ആണിതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിനുള്ള ഏറ്റവും വലിയ കാരണവും ഇതൊക്കെ തന്നെയാണ്. ഈ വീടിൻ്റെ സെൻട്രൽ പോർഷനിൽ നിന്ന് നമ്മൾ ഒരു ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് 2 വിൻഡോകളാണ്. ഒരു സൈഡിൽ 3 കള്ളി വിൻഡോയും നമ്മൾ ഈ വീടിൻ്റെ മുൻവശത്ത് നിന്ന് കാണുന്ന രീതിയിൽ 4 കള്ളി വിൻഡോയുമാണ് നൽകിയിട്ടുള്ളത്. ഈ 4 കള്ളി വിൻഡോയ്ക്കും ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലത്തെ ചെറിയ കള്ളികൾ നമ്മൾ ഒരു മോസ്കിറ്റോ മെഷ് നൽകിയിട്ടുണ്ട്. ഈ മോസ്കിറ്റോ മെഷ് നമ്മൾ നൽകിയിട്ടുള്ളത് ഈ ഒരു വിൻഡോ നമ്മൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ തുറന്നിടാൻ കഴിയും എന്നുള്ളതാണ്. അങ്ങനെ തുറന്നിടുന്ന സമയത്ത് നമ്മൾക്ക് കൊതുകിൻ്റെയോ പ്രാണിയുടെയോ ശല്യമൊന്നും ഈ ഒരു റൂമിനുള്ളിലേക്ക് കയറില്ല എന്നുള്ളതാണ് ഈ ഒരു മോസ്കിറ്റോ മെഷ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതേപോലുള്ള 2 മോസ്കിറ്റോ മെഷുകളാണ് നമ്മൾ ഈ ഒരു വിൻഡോയിൽ നൽകിയിട്ടുള്ളത്. നമ്മൾ ഈ വീടിൻ്റെ മറ്റൊരു ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. എന്നാൽ ഈ ബെഡ്റൂമിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മളോട് വിട്ടുപോയൊരു പോർഷനാണിത്. ഈ ഒരു വീടിൻ്റെ ഡോർ ഫ്രെയിം, ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡോർ ഫ്രെയിമും സേഫ്റ്റി നൽകിയിട്ടുള്ളതാണ്. SS-ൻ്റെ ഹിഞ്ചസൊക്കെ നൽകിയിട്ടുള്ള മറ്റൊരു ഡോർ ഫ്രെയിമാണിത്. നമ്മൾ ഈ വീടിൻ്റെ മറ്റൊരു ബെഡ്റൂമിലാണുള്ളത്. ഈ ബെഡ്റൂമിലും 2 വിൻഡോകളാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. എന്നാൽ മറ്റേ ബെഡ്റൂമിൽ കണ്ടതിന് വ്യത്യസ്തമായി 4 കള്ളി വിൻഡോക്ക് പകരം അതേ അളവിൽ 3 കള്ളി വിൻഡോസ്, കുറച്ചുകൂടി വെടുത്ത് കൂട്ടി 3 കള്ളി വിൻഡോസാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. ആ ബെഡ്റൂമിൽ നൽകിയതുപോലെ തന്നെ 2 മോസ്കിറ്റോ മെഷും നമ്മൾ ഈ ബെഡ്റൂമിലും നൽകിയിട്ടുണ്ട്. ഈ 2 വിൻഡോകൾക്കും നല്ല സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ വീടിനുള്ളിലേക്ക് നല്ല വെളിച്ചം കിട്ടുന്നുണ്ട്. ഈ വീടിനുള്ളിൽ മൊത്തത്തിൽ വെളിച്ചം കിട്ടുക എന്നുള്ളത് കസ്റ്റമറുടെ ഒരു പ്രധാന ഉദ്ദേശമായിരിക്കണം. അതിനനുസരിച്ച് ഈ ഒരു വീടിൻ്റെ ആർക്കിടെക്ചറും അതേപോലെയാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്ത് നൽകിയിട്ടുള്ളത്. നമ്മൾ ഉള്ളിൽ നിന്ന് കണ്ട ആ ഒരു സ്പേസിൻ്റെ ഭംഗി ഈ വീടിൻ്റെ പുറകു വശത്തുനിന്ന് കൂടി നമ്മൾ കാണിച്ചു തരാം. നമ്മൾ പുറകു വശത്തോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു വീടിൻ്റെ ഒരു കാഴ്ച ഭാഗം അല്ലാത്തത് കൊണ്ട് തന്നെ ഈ സൈഡിലൊക്കെ നമ്മൾ നൽകിയിട്ടുള്ളത് 2 കള്ളി വിൻഡോസാണ്. അതേപോലെ തന്നെ ഈ ഒരു വീടിൻ്റെ ബാത്റൂമുകളിലുള്ള എക്സോസ്റ്റ് വിൻഡോകളും എല്ലാം തന്നെ നൽകിയിട്ടുള്ളത് സേഫ്റ്റിയാണ്. നമ്മൾ നേരത്തെ ഈ വീടിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ട ഒരു ഭാഗമാണ് ഇത്. ഈ ഒരു വീട് മൊത്തത്തിൽ ചുറ്റി കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ നമ്മളുടെ മനോഹരമായ ഐഡിയാസും കാര്യങ്ങളൊക്കെ നമ്മളുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അതേപോലെ നമ്മളുടെ ഇൻസ്റ്റഗ്രാമിലും സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളെല്ലാം ഉണ്ട്. ഈ ഒരു വീടിൻ്റെ മുഴുവൻ വർക്ക് കഴിഞ്ഞാൽ ഉടൻ തന്നെ വിശദമായ വീഡിയോ കൂടി നിങ്ങൾക്ക് മുമ്പിലേക്ക് ഈ ഒരു ചാനലിലൂടെ ഞങ്ങൾ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.